ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടിയും പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തൊടിയിൽ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ണപ്പേട്ടനെ വിളിച്ചിട്ടാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. അപ്പോൾ 2 തെങ്ങിൽ തേങ്ങ കായ്ക്കുന്നില്ല, ഒരു തെങ്ങിലാണ് തേങ്ങ കായ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. 3 ഇളനീനും അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കുടിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 10-15 തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില തേങ്ങ കുലുങ്ങണമൊന്നുമില്ല, എന്താ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. ഇനി നമുക്ക് പൊതിച്ച് നോക്കിയാൽ തന്നെ തേങ്ങ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റുള്ളൂ. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങ അങ്ങനെ മുരണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലുപ്പമൊന്നും ആയിട്ടില്ല. നെച്ചിങ്ങയിൽ നിന്ന് കുറച്ച് വലുപ്പമായിട്ടുണ്ടാവുമല്ലോ, ആ വലുപ്പത്തിലാണ് തേങ്ങ നിൽക്കുന്നത്. ഇനി നമുക്ക് ആ തെങ്ങിനെയൊക്കെ തടമൊക്കെ വെട്ടി വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ തെങ്ങൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. ഇക്ക അങ്ങനെ തേങ്ങയൊക്കെ പെറുക്കി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ തൊടിയിലോട്ട് അങ്ങനെ വരാറൊന്നുമില്ല. തൊടിയിൽ അങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയി തൊടിയിലോട്ട് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഒരു വാഴ കുലച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ തെങ്ങിൽ നോക്കിയപ്പോൾ തേങ്ങയുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ കണ്ണപ്പേട്ടനെ വിളിച്ചിട്ട് തേങ്ങയിടാം, അങ്ങനെ വാഴക്കൊലയും വെട്ടാൻ പറഞ്ഞിട്ട് ഞാനും ഇക്കും പാടെ വന്നതാണ്. നമുക്ക് കിട്ടിയത് പൊന്തം വാഴയ്ക്കാണ്. കറിക്കും ബജ്ജിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ വാഴയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്ക് ഒരു കൊലയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ട് ചാരക്കുന്നനാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഓണർ വെച്ച് പിടിപ്പിച്ചാണ്. നമ്മളിപ്പോൾ സ്ഥലം വാങ്ങിയിട്ട് ഏകദേശം 2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ തൊടിയിലുള്ളത് നമ്മൾ വെട്ടിയെന്ന് മാത്രം. ഈ സ്ഥലം നമ്മൾ വാങ്ങാൻ കാരണം നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത്. നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ സ്ഥലം കിട്ടിയപ്പോൾ ഭയങ്കര സൗകര്യമായി. പിന്നെ ഈ സ്ഥലത്തേക്കുള്ള വഴിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടണം, അപ്പോഴാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ തേങ്ങയൊക്കെ പെറുക്കിയിട്ട് ചാക്കിലാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് നമുക്ക് തേങ്ങയും ഇതുപോലെ വാഴക്കൊലയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഓൾ.